25-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ലാലേട്ടൻ ചിത്രമായ തുടരുമെന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത്. എമ്പുരാൻ എന്ന ചിത്രം പോലെ വൻപൻ തള്ളിമറിക്കലോ അല്ലെങ്കിൽ വൻപൻ പ്രൊമോഷനോ ഒന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് വന്ന് ബോക്സ് ഓഫീസിൽ ഒരു വൻപൻ വിജയമായിരിക്കുന്ന സിനിമയാണ് തുടരും. എമ്പുരാൻ എന്ന സിനിമ പോലെ വൻപൻ തള്ളിമറിക്കലോ അല്ലെങ്കിൽ വൻപൻ പ്രൊമോഷനോട് കൂടി വന്ന ഒരു സിനിമ ആയിരുന്നു ഇത് എങ്കിൽ തീർച്ചയായിട്ടും ഒപ്പം അല്ലെങ്കിൽ ദൃശ്യം പോലുള്ള സിനിമയുമായി കമ്പയർ ചെയ്ത് ഒരുപാട് ടൂക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. തുടരുമെന്ന സിനിമയുടെ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് നോക്കാം. ആദ്യ ദിനം ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയെടുത്തത് 5.10 കോടി രൂപയാണ്. ആദ്യ ദിനം വേൾഡ് വൈഡ് ഈ ഒരു ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 17.18 കോടി രൂപയും കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെയായിട്ട് നേടിയെടുത്തിരിക്കുന്നത് 20.40 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 6.60 കോടി രൂപയാണ് ഇതുവരെ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നിലവിൽ ഓവർസീസ് പോയിരിക്കുന്നത് 40 കോടി രൂപയ്ക്കാണ്. ആകെ മൊത്തം 3 ദിവസം കൊണ്ട് 25-ാം തീയതി റിലീസ് ചെയ്ത ചിത്രം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുന്നത് 67 കോടി രൂപയാണ്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ കയറാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു. എന്തുകൊണ്ട് 100 കോടി ക്ലബിൽ കയറാൻ യോഗ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് തുടരും. നിലവിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് സിനിമ കാണാനുള്ള അവസരമുള്ളത്. നേരിട്ട് ചെല്ലുന്നവർക്കൊന്നും ടിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ആണ് നിലവിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടരുമെന്ന സിനിമ കണ്ട പ്രേക്ഷകർ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.